ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കേരളക്കരയിൽ 21 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അവര് ഭരണം ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. അതിൽ 2 പേർ ഒഴികെ ബാക്കി എല്ലാവരും ദൈവനാമത്തിലും 2 പേർ സഗൗരവവുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുവാനായിട്ട് ഇടയായത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അവർ അധികാരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. എന്താണ് അധികാരം? യേശു ഒറ്റിക്കൊടുക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനും പോകുകയായിരുന്നെങ്കിലും ദൈവം സകലവും തന്റെ അധികാരത്തിന് കീഴിൽ ഏൽപ്പിക്കുവാൻ പോകുകയാണ് എന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 3:35 വ്യക്തമാക്കുന്നുണ്ട്. താൻ ദൈവപുത്രനായിരുന്നു, ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുകയായിരുന്നു. തനിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. എന്നിട്ടും ഒരടിമയെ പോലെ അവിടുന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥമായ അധികാരം എന്ന് ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഈ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാർ അവരിൽ ആരാണ് വലിയവർ എന്ന് തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കുന്നതായ അനുഭവമാണ് അവരുടെ ഹൃദയങ്ങളിൽ അവരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് യജമാനന്മാരായിട്ടല്ല, ദാസന്മാരായിട്ട് വേണം അവർ പ്രവർത്തിക്കുവാനെന്ന് യേശു മാതൃക കാട്ടി അവരെ പഠിപ്പിക്കുകയാണ് താൻ അതിലൂടെ ചെയ്തത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവനെ പോലെ ആയിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:27 അത് വ്യക്തമാക്കുകയാണ്. യഹൂദ രീതി അനുസരിച്ച് ഏറ്റവും താഴ്ന്ന ദാസന് പോലും യജമാനന്റെ ചെരുപ്പിന്റെ വാറ് അഴിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ അതിലും താണ നിലയിലാണ് ഈ ഒരടിമ യജമാനന്റെ കാല് കഴുകുന്നത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസിന്റെ അടുക്കൽ യേശു കടന്നു ചെന്നു. എന്നാൽ പത്രോസ് യേശു കർത്താവ് തന്റെ കാൽ കഴുകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് നോക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ പത്രോസ് തിരിച്ച് യേശുവിന്റെ കാല് കഴുകുവാനായിട്ട് താന് സന്മനസ്സുള്ളവനാണ്. എന്നാൽ യേശു കർത്താവ് അവിടെ പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകാൻ ഞാൻ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് അപ്രകാരം പറഞ്ഞു. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയത് അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ കഴുകുന്നതിന്റെ ഒരടയാളമായിട്ടായിരുന്നു അവരുടെ കാൽ കഴുകുവാനായിട്ട് ഇടയായി തീർന്നത്. പാപക്ഷമ ലഭിച്ച് പാപങ്ങളിൽ നിന്ന് കഴുകൽപ്പെട്ടവർക്ക് മാത്രമേ യേശുവുമായി ദൈവരാജ്യത്തിൽ പങ്കുള്ളൂ എന്നാണ് അത് കാണിക്കുന്നത്. പത്രോസ് പെട്ടെന്ന് തന്റെ മനസ്സ് മാറ്റി താൻ ഉടനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പത്രോസ് അപേക്ഷിക്കുന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് യോഹന്നാന്റെ സുവിശേഷം 13:10 യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എന്ന് പത്രോസിനോട് മറുപടി പറഞ്ഞു. യേശുവോടെ അർത്ഥമാക്കിയത് പത്രോസ് ഒരു സ്നാനമേറ്റതാകുന്നു, അവന്റെ പാപങ്ങള് മോചിക്കപ്പെട്ടിരിക്കുന്നതാണ്, അവന്റെ ശരീരം മുഴുവനും ശുദ്ധമാണ്, അവന്റെ അന്തരംഗവും മനസ്സും ഒക്കെ ശുദ്ധമാണ് എന്നാണ് അവിടെ ക്രിസ്തു വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അഥവാ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരാൾക്ക് പാപമോചനം ലഭിച്ചാൽ വീണ്ടും അതേ പാപത്തിന് വേണ്ടി അവൻ ശുദ്ധീകരണം നടത്തേണ്ടതില്ല. നേർച്ചയോ കാഴ്ചയോ അങ്ങനെ യാതൊരു നിലകളിലും
അവൻ അർപ്പിക്കേണ്ടതില്ല എന്നുകൂടി കർത്താവ് അവിടെ അവനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇവിടെ മധ്യപൂർവ ദേശത്ത് അന്നുണ്ടായിരുന്നതായ ആചാരമാണ്, ഒരാളെ ഭക്ഷണത്തിന് വിളിച്ചാൽ ആ ഭക്ഷണത്തിന് പോകുന്നതിന് മുൻപ് തന്നെ അയാൾ കുളിച്ചിട്ടാണ് അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്നാൽ തന്നെയും ആ വീട്ടിൽ ചെല്ലുമ്പോൾ കാല് കഴുകുവാനായിട്ട് അവിടെ വെള്ളം ഉണ്ടായിരിക്കും. കാല് കഴുകി വേണം അകത്ത് കയറുവാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊടിപടലങ്ങളിൽ കൂടി നടന്നു വന്നതാണ്. അതുകൊണ്ട് ശരീരം കുളിച്ചതാണെങ്കിലും കാലിൽ അഴുക്ക് പറ്റുവാനായിട്ട് വളരെ സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നതായ ഒരു ആചാരമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ കുളിച്ചിരിക്കുന്നവന് പിന്നെ ശരീരം ശുദ്ധമാക്കേണ്ടതായ കാര്യമില്ല. ഒരിക്കൽ സ്നാനത്താൽ ദൈവത്തോട് നമ്മൾ അടുത്തു ചെന്നു, ദൈവം നമ്മുടെ പാപം മോചിച്ചു തന്നു. എങ്കിലും നാം ഈ ലോക പടലങ്ങളിൽ കൂടി നടക്കുമ്പോൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കുറവുള്ളവരാണ്. അവിടെ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ശുദ്ധീകരണം പ്രാപിച്ച് അനുദിനം മുൻപോട്ട് പോകേണ്ടതും ആവശ്യമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടത്, നാം വിനയത്തോടെ ശുശ്രൂഷ നൽകുന്നവരും അതേപോലെ വിനയത്തോടെ ശുശ്രൂഷ വാങ്ങുന്നവരുമായിരിക്കണം. പത്രോസ് ആദ്യം താന് അതിന് തയ്യാറായില്ല. എന്നാൽ പിന്നീട് തന്നെ കഴുകുവാനായിട്ട് അനുവദിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെയെല്ലാം വലിയ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ താഴ്മ ഉണ്ടായിരിക്കേണ്ടുന്ന അനുഭവമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ 21 അംഗ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 102 MLA-മാരുടെ ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ നല്ലൊരു ഗവൺമെന്റിനെ ദൈവമാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവം തരുന്ന അധികാരം കർത്താവ് തന്നെ മാതൃക കാണിച്ചതുപോലെ അത് നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഏത് താഴ്മയിലും വിനയത്തിലും അത് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു ഭരണം നടത്തേണ്ടവരാണ് എന്നുകൂടി ഈ തരുണത്തിൽ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ലോക ഗവൺമെന്റ് ആയിരുന്നാലും ആത്മീയ നേതൃത്വങ്ങളായിരുന്നാലും അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. അടുത്ത സമയത്ത് തമിഴ്നാട്ടിലാണെങ്കിലും അവിടുത്തെ സ്പീക്കർ, അവിടെയും വന്ന മുഖ്യമന്ത്രി, ഇവിടെയും വന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ എന്ന് വേണ്ട ഇവരെല്ലാം ഒത്തിരി ബൈബിൾ വാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞതായ പല കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് അവര് അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാറാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് കടന്നു വന്ന എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആ 2 പേരിലേക്കും ദൈവവിശ്വാസം കടന്നു ചെല്ലുവാനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലൊരു ഗവൺമെന്റിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം 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 യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ?
സർവസൃഷ്ടികളുമാർത്തു പാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം, സർവസൃഷ്ടികളുമാർത്തു പാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം, സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിന്റെ നാമം, സർവവും നമ്മിലേകിടുന്നൊരു സ്വർഗതാതന്റെ നാമം. ഗരിസ റിസനി ഗരിസ റിസനി സനി പ സനി പ ഗരി സരി ഗരി ഗ പ ഗ പ സനി സരി ഗ പ ഗരി സനി പ നി സ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ